കഥ ഒടിയൻ. അജീഷ് നാരായൺ പാലക്കാട് എഴുതിയ നോവൽ, 2ാം ഭാഗം. അല്പനേരം ട്രെയിൻ മാത്രമേ ശബ്ദിച്ചുള്ളൂ. ട്രെയിൻ തുരങ്കത്തിനുള്ളിലേക്ക് കടന്നു. ഇരുട്ടിൽ പച്ച വെറ്റിലയുടെ മണം ഒഴുകി വന്നത് ഞാൻ അറിഞ്ഞു. അകലെ നിന്നും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ. പെരുമ്പാമ്പ് പോലെ ആ തുരങ്കം എന്നെ വിഴുങ്ങുന്നുവോ? ഒടുങ്ങാത്ത തുരങ്കം. ട്രെയിൻ ഓടിക്കിതച്ച് നിൽക്കാൻ പോകുന്നു. വേഗത കുറഞ്ഞു വരുന്നു. ട്രെയിനിനുള്ളിലെ മിന്നാമിന്നി വെട്ടം പോലുള്ള ബൾബുകൾ മിന്നി മിന്നി കത്തുന്നു. അപ്പോഴാണ് ഞാൻ തല ഉയർത്തി നോക്കിയത്. ഞാൻ അമ്പരന്നു പോയി. എതിരെയുള്ള സീറ്റിൽ ആരും തന്നെ ഇല്ല. ആ അമ്മൂമ്മ എവിടെ? അപ്പുറത്തുണ്ടായിരുന്ന ആളുകളെവിടെ? അമ്മൂമ്മയുടെ ആ മുഷിഞ്ഞ തുണിക്കെട്ടുകളെവിടെ? ഞാൻ പൊടുന്നനെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. ട്രെയിൻ ആകമാനം വിജനം. അവിടെ ബൾബുകൾ മുനിഞ്ഞു മുനിഞ്ഞു കത്തുന്നു. ചിലത് പാടെ അണഞ്ഞു. അമ്മമ്മ ടോയ്ലറ്റിൽ പോയി കാണുമോ എന്ന് ഞാൻ നോക്കി. ഇല്ല, അത് തുറന്നു കിടക്കുന്നു. ടോയ്ലറ്റിനകത്തേക്ക് തലയിട്ട് നോക്കി എൻ്റെ ഉള്ളൊന്ന് നടുങ്ങി. ഇതിലെ ഇരുമ്പ് ക്ലോസറ്റിലൂടെ ഒരു കാട്ടുവള്ളിച്ചെടി പടർന്നു നിൽക്കുന്നു. ഫ്ലഷ് ടാങ്കിൻ്റെ ചുവരിൽ അത് പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഉപയോഗിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞ പോലെ. ഞാൻ ഭയന്ന ധൃതിയിൽ അതിനകത്തു നിന്നും പുറത്തു ചാടി. ധൃതിയിൽ പഴയ സീറ്റിലേക്ക് തന്നെ കുതിച്ചു. അവിടെ കണ്ട കാഴ്ചയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഞാൻ ഇരുന്നതിനപ്പുറത്തുള്ളതും എല്ലാ സീറ്റുകളും ജനലുകളും കാട് പിടിച്ച് കിടക്കുന്നു. ഭയപ്പെടുത്തുന്ന കാഴ്ച. നിർത്തിയിട്ട ട്രെയിനിൽ നിന്നും ഞാൻ അതിവേഗം ഇറങ്ങി ഓടി. അതൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയായിരുന്നു. ഒരു പഴഞ്ചൻ സ്റ്റേഷൻ. കിതച്ചുകൊണ്ട് ഓടുമ്പോൾ ഞാൻ തലവെട്ടിച്ച് ആ ട്രെയിനിലേക്ക് നോക്കി. കാട് പിടിച്ച് തുരുമ്പെടുത്ത ഒരു ട്രെയിൻ. കാലങ്ങളായി നിർത്തിയിട്ടതാണെന്ന് തോന്നുന്നു. ഭയന്ന് വിറച്ചോടിയ ഞാൻ എവിടെയോ കാൽത്തട്ടി നിലത്ത് വീണു. അമ്മേ എന്ന് ഉറക്കെ നിലവിളിച്ചു. ധൃതിയിൽ അവിടെ നിന്നും എഴുന്നേറ്റപ്പോൾ എൻ്റെ ഉള്ളിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു. എവിടെയാണ് ഞാൻ? ആ ട്രെയിൻ എങ്ങനെ ഈ അവസ്ഥയിലായി? ആ അമ്മൂമ്മ, ട്രെയിനിനുള്ളിലെ ആളുകൾ, എന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്റ്റേഷനിൽ അവിടെ എവിടെയായി മാത്രം ബൾബുകൾ. അവിടെങ്ങും ഇരുമ്പ് ബെഞ്ചുകളല്ലാതെ വേറൊന്നും കാണാനില്ല. ബസ്സിനോട് ചേർന്ന് ഒരു വൻമരം. അതിൻ്റെ വള്ളികൾ പ്ലാറ്റ്ഫോമിൽ എമ്മാടും തങ്ങി നിന്നു. ഭീകരമായ അന്തരീക്ഷം. അവിടെ കണ്ട ഒരു വിശ്രമ മുറിയിലേക്ക് ഞാൻ ഓടിക്കയറി ബെഞ്ചിലിരുന്നു. ശരീരം ഭയത്താൽ വിറകൊള്ളുന്നു. ക്ഷീണം കാരണം കണ്ണുകളെ തുറന്നു പിടിക്കാൻ ഞാൻ നന്നേ വിഷമിച്ചു. ആ 4 ചുവരുകൾ എന്നെ വലം വയ്ക്കുന്നത് പോലെ തോന്നി. തലയിലേക്കൊരു തണുപ്പ് ഇരിച്ചു കയറുന്നു. പതിയെ ആ തടിബെഞ്ചിലേക്ക് ഞാൻ അബോധത്തിലെന്നോണം ചെരിഞ്ഞു വീണു. കയ്യിൽ നിന്നും ആ തുണി ബാഗ് നിലത്ത് വീണു. തുറന്നിട്ട സിബിലൂടെ ആ പുസ്തകം പാതി പുറത്ത് കാണാമായിരുന്നു. അപ്പോൾ ട്രെയിൻ കൂടുതൽ കാടെടുത്ത് തുടങ്ങിയതുപോലെ. എന്താണ് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ സമസ്യയുടെ ചുരുളുകൾ വീണ്ടും എൻ്റെ അബോധ മനസ്സിലേക്ക് ഉയർന്നു വന്നു. മണിക്കൂറുകൾ കടന്നുപോയത് ഞാൻ അറിഞ്ഞതേയില്ല. മനസ്സിൻ്റെ അബോധാവസ്ഥയിൽ സ്വപ്നമെന്നോ യാഥാർത്ഥ്യമെന്നോ മനസ്സിലാക്കാൻ കഴിയാത്തവണ്ണം ഞാൻ ബന്ധിയാക്കപ്പെട്ടിരിക്കുന്നു. കണ്ണുകൾ തുറക്കാനാകുന്നില്ല. കൈകാലുകൾ ചലിക്കുന്നില്ല. പക്ഷേ കാതുകളിൽ ഒരു കഥ ഒഴുകിയെത്തുന്നത് ഞാൻ അറിഞ്ഞു. മുൻപ് കേട്ട അതേ കഥ. ഒരു പുരുഷ ശബ്ദത്തിൽ ആ കഥ തുടർന്നു പറയുന്നത് എനിക്ക് കേൾക്കാം. എൻ്റെ അരികിൽ ആരോ അത് എൻ്റെ കാതിൽ പറയുന്നു. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. കീഴൂർ മനക്കിലെ വലിയ നമ്പൂതിരി മരണപ്പെട്ടു. കൊല്ലങ്കോട് ദേശം മൊത്തം ആ കഥ കേട്ട് മൂക്കത്ത് വിരൽ വെച്ചു. മഹാമാന്ത്രികനായ വലിയ നമ്പൂതിരിയെ ദുർമരണത്തിനിടയാക്കിയ ആ ശക്തി എന്താണ്? ചാത്തനും മറുതയ്ക്കും കരിങ്കുട്ടിക്കും യക്ഷിക്കും ഗന്ധർവനും ഒന്നും അത് സാധ്യമാകില്ല. തിരുമേനിയുടെ മന്ത്രതന്ത്രങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ല. അപ്പോൾ പിന്നെങ്ങനെ? നാട്ടിൽ പല കഥകളും ഉയർന്നു വന്നു. നമ്പൂതിരിക്ക് ജാരസ്ത്രീ ബന്ധങ്ങളുണ്ടെന്നും അതിൽ ശത്രുതയുള്ള ആരോ രാത്രി ഒളിഞ്ഞു നിന്ന് പകവീട്ടിയതാണെന്നും വരെ കഥകളിറങ്ങി. ചതിയുടെ ഒളിയുദ്ധങ്ങൾ അറിയുന്ന മന്ത്രതന്ത്രങ്ങൾക്ക് വശപ്പെടാത്ത ഒരു ശക്തി. അങ്ങനെയൊന്നിനേ അതിന് കഴിയൂ. അന്നേരം കീഴൂർ മനയുടെ തെക്കേ പറമ്പിൽ വലിയ നമ്പൂതിരിയുടെ ചിത എരിഞ്ഞു തീരുന്നേ ഉള്ളൂ. മനയുടെ യശസ് പോലെ തലയുയർത്തി നിന്നിരുന്ന മണിഗോപുരത്തിൻ്റെ മുകളിൽ ഒരു ബലിക്കാക്ക വന്നിരുന്ന് ശബ്ദിച്ചു. മുറ്റത്തെ തെക്കേ കോണിൽ നിന്നും അങ്ങകലെ പറമ്പിൽ ചിത എരിയുന്നത് നോക്കി നിൽക്കുകയാണ് മൂത്തപുത്രൻ ദിവാകരൻ. പാമ്പൻകാവിൽ വിളക്ക് തെളിഞ്ഞിരിക്കുന്നു. നേരം ഇരുട്ടി തുടങ്ങി. അച്ഛനൊപ്പം എന്നും പൂജാകർമ്മങ്ങൾക്കും താന്ത്രിക വിദ്യകൾക്കും പരികർമ്മിയായിട്ട് പോകാറുള്ള ആളാണ് ദിവാകരൻ. അല്പനേരം കൂടി അവിടെ നിന്നിട്ട് അയാൾ അകത്തേക്ക് പോയി. അറയിൽ കിടക്കയിൽ ചെന്ന് കിടന്നു. എങ്ങും നിറഞ്ഞു നിന്ന കനത്ത നിശബ്ദത അയാളിൽ അസ്വസ്ഥതയുണ്ടാക്കി. വാതിൽപ്പാളി പതിയെ കുറുകുറുക്കുന്ന ശബ്ദം. മെല്ലെ തലയുയർത്തി നോക്കിയപ്പോൾ വേളി ദേവകി അന്തർജനമാണ്.
അത്താഴം കഴിക്കാം, എല്ലാവരും കാത്തിരിക്കുന്നു. എത്താം. അവർ നടന്നു നീങ്ങിയതിന് പിന്നാലെ അയാളും ഭക്ഷണം കഴിക്കാൻ നടന്നു. എല്ലാവരുമുണ്ട്. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ചെറിയ മാമയാണ് സംസാരിച്ചു തുടങ്ങിയത്. വല്യത്താൻ്റെ മരണം സാധാരണ മരണമായി തള്ളിക്കളയാൻ പാടില്ല. എന്താ സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കണം. അദ്ദേഹത്തിനുള്ള ബഹുമാനാർത്ഥം വേണ്ട ക്രിയകൾ ചെയ്യണം. ദിവാകരൻ കേൾക്കുന്നുണ്ടോ? അദ്ദേഹം ദിവാകരനെ നോക്കി. വല്യമ്മാവൻ വല്യത്തൻ എന്നാണ് അച്ഛനെ വിളിക്കുക. ആ, വേണ്ടത് ചെയ്യുന്നുണ്ട്. എടപ്പാളുള്ള തിരുപ്പുള്ളി മനക്കിലെ ആദിത്യൻ നമ്പൂതിരി എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിനെ ഒന്നുപോയി കാണണം. വലിയ മാന്ത്രികനാണ്. അച്ഛനുമായി നല്ല അടുപ്പമുള്ള ആളുകൂടിയാണ്. ബാക്കി എന്താണെന്ന് വെച്ചാൽ ശേഷം തീരുമാനിക്കാം. അങ്ങനെ പോരാ. മതി, എല്ലാം നിന്റെ തീരുമാനം. നീയാണ് ഇനി മനക്കിലെ നാഥൻ. സൂക്ഷിച്ച് മുന്നേറുക എന്ന് മാത്രമേ ചെറിയമാമയ്ക്ക് പറയാനുള്ളൂ. ദിവാകരൻ വേഗം അത്താഴം കഴിച്ച് എഴുന്നേറ്റു. ചെറിയമാമ പറഞ്ഞ കാര്യം അയാളെ അസ്വസ്ഥനാക്കി. കീഴൂർ മനയുടെ അധിപൻ. ആ സ്ഥാനം അത്ര ചെറിയ ഒന്നല്ല. അസംഖ്യം സ്വത്തുക്കൾ, രാജകീയ ബന്ധങ്ങൾ, ക്ഷേത്രഭരണങ്ങൾ, പിന്നെ രക്തദാഹികളായ ദുരാത്മാവുകൾ, ദുർമൂർത്തികൾ എന്നിവ ബന്ധനത്തിലിരിക്കുന്ന മാന്ത്രിക അറകളുടെ താക്കോൽ കൂട്ടങ്ങൾ. അങ്ങനെ വലിയൊരു സാമ്രാജ്യം ശിരസിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് വലിയ നമ്പൂതിരി കളമൊഴിഞ്ഞത്. അയാൾ ചിന്താമഗ്നനായി മുറ്റത്ത് ഉലാർത്തി. സമയം ഏറെയായെന്ന് തോന്നുന്നു. മനക്കിലെ ഭൂരിഭാഗം വിളക്കുകളും അണഞ്ഞു കഴിഞ്ഞു. ഇരുട്ടിൽ കീഴൂർമന ഒരു മഹാമേരുപോലെ കാണപ്പെട്ടു. ദിവാകരൻ അല്പനേരം ആ പ്രൗഢി നോക്കി നിന്നു. എന്തോ ശബ്ദം കേട്ടുകൊണ്ടാണ് അയാൾ തല തിരിച്ചു നോക്കിയത്. തെക്കേ തൊടിയിൽ എന്തോ ഒന്ന് ശക്തിയായി ഉയരത്തിൽ നിന്ന് വീണതാണ്. കരിമ്പനിയുടെ പഴമാണെന്ന് തോന്നുന്നു. അയാൾ ആ ഭാഗത്തേക്ക് നടന്നു. കുറച്ചപ്പുറത്ത് ചെമ്പര പദവതാനി വിരിച്ചത് പോലെ അച്ഛൻ്റെ ചിത കാണാം. അയാൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. തെക്കേ പറമ്പിൽ കരിമ്പനകളാണ് കൂടുതലും. പനമ്പഴം വീഴുന്ന സമയം കൂടിയാണ്. പാമ്പുകൾ കാണും. വിഷമൂത്ത ഇനങ്ങൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. തിരിഞ്ഞു നടക്കവേ പുറകിൽ കരിയിലകൾക്ക് മുകളിൽ കൂടി ആരോ ഓടുന്ന ശബ്ദം. ഞെട്ടി വിറച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കി. ആരെയും കാണാനില്ല. കരിമ്പനകളുടെ പെരുവയർ തടികൾ മാത്രം. തോന്നിയതാണോ? അയാൾ നെഞ്ചിലെ പൂർണ്ണുള്ളിൽ പിടിമുറുക്കി. ഢും ഢും. ആരോ മുളവടി കൊണ്ട് പനത്തടിയിൽ കൊട്ടുന്ന ശബ്ദം. ഇരുട്ടിൻ്റെ മറപറ്റി ആരോ അച്ഛൻ്റെ ചിതയ്ക്ക് സമീപത്തേക്ക് ഓടിപ്പോകുന്നത് അയാൾ വ്യക്തമായി കണ്ടു. കറുത്ത കരിമ്പടം പുതച്ച് കാലിൽ ഇരുമ്പ് വളയിട്ട ഒരു കുറിയ മനുഷ്യൻ, കയ്യിൽ മുടിയൻ കോലും. നിലാവിൽ ദിവാകരൻ എല്ലാം വ്യക്തമായിരുന്നു. ഒടിയൻ ചാത്തൻ. അയാളുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. കൈവിരലുകൾ പൂണൂലിൽ ഒന്നുകൂടി പിടിമുറുക്കി. ചിതയ്ക്കരികിൽ നിന്ന് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാനുള്ള ധൈര്യം അയാൾക്കില്ലായിരുന്നു. കാലനക്കമുണ്ടാക്കാതെ അയാൾ ധൃതിയിൽ മനയ്ക്ക് സമീപത്തേക്ക് നീങ്ങി. വലിയ നമ്പൂതിരിയുടെ ചിതയ്ക്കരികിൽ അപ്പോൾ ഇരുമ്പുവള ധരിച്ച ആ കാലുകൾ തിരിഞ്ഞു നിന്നു, മനയെ അഭിമുഖമാക്കിക്കൊണ്ട്. ഒടിയൻ കഥ തുടരും.